നമസ്കാരം. അർദ്ധരാത്രി പിന്നിട്ടതോടെ കൊളോണിയൽ കാലത്തെ നിയമങ്ങൾക്ക് ഗുഡ് ബൈ പറഞ്ഞ് രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ ഇതോടെ ചരിത്രമായി. IPC പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPC പകരമായി ഭാരതീയ ന്യായ സംഹിതയും CRPC പകരമായി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയമവും നിലവിൽ വന്നു. പേരുകൾ സംസ്കൃതത്തിലാകുന്നതിനൊപ്പം അവയിലെ വിവിധ വ്യവസ്ഥകളിലും മാറ്റം വന്നിട്ടുണ്ട്. എന്നാൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യുന്ന കേസുകളിലെ നടപടികൾ നിലവിലെ വ്യവസ്ഥയനുസരിച്ച് തുടരും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 12-നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ നിയമത്തിന്റെ കരട് അവതരിപ്പിച്ചത്. അപാകതകൾ പരിഹരിച്ച് ഡിസംബർ 3-ന് പുതുക്കി അവതരിപ്പിക്കുകയായിരുന്നു. ഡിസംബർ 25-ന് രാഷ്ട്രപതി അംഗീകാരം നൽകി. പുതിയ മാറ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപകീർത്തി കേസ്, 5000 രൂപയിൽ താഴെയുള്ള മോഷണ കേസ് തുടങ്ങി താരതമ്യേന ചെറിയ കുറ്റകൃത്യങ്ങളിൽ സാമൂഹിക സേവനം പോലെ പുതിയ ശിക്ഷകൾ. വർഗം, ജാതി, സമുദായം എന്നിവ അടിസ്ഥാനമാക്കിയുള്ള ആൾക്കൂട്ട ആക്രമണങ്ങൾക്ക് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാം. കുറ്റകൃത്യത്തിൽ ഇരയ്ക്ക് പ്രാമുഖ്യം നൽകുന്ന വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇരയാകുന്നവർക്ക് അഭിപ്രായം വ്യക്തമാക്കുന്നതിനും വിവരം ലഭിക്കുന്നതിനും നഷ്ടപരിഹാരത്തിനുമുള്ള അർഹത അവകാശം. എവിടെ നിന്നും പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രാജ്യദ്രോഹ കുറ്റം ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും തത്തുല്യമായ വ്യവസ്ഥകൾ വന്നിട്ടുണ്ട്. വിഘടനവാദം പ്രോത്സാഹിപ്പിക്കുന്നതും ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ഐക്യത്തെയും വെല്ലുവിളിക്കുന്നതും 152-ാം വകുപ്പ് പ്രകാരം കുറ്റകരമാണ്. ലൈംഗിക അതിക്രമം കൈകാര്യം ചെയ്യാൻ സ്ത്രീകൾക്ക് കുട്ടികൾക്കുമെതിരായുള്ള കുറ്റകൃത്യങ്ങൾ എന്ന പുതിയ അധ്യായവും വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്കെതിരായ കൂട്ടബലാത്സംഗ കേസിൽ ബന്ധപ്പെട്ട വകുപ്പുകളും പോക്സോ നിയമവും ഒന്നിച്ച് കണക്കിലെടുക്കും. ഇത് ജീവപര്യന്തമോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റമാണ്. കൂട്ടബലാത്സംഗ കേസുകളിൽ കുറഞ്ഞത് 20 വർഷമോ ജീവപര്യന്തമോ ശിക്ഷയ്ക്കുള്ള വ്യവസ്ഥയുണ്ട്. വിവാഹ വാഗ്ദാനം നൽകിയുള്ള ലൈംഗിക മുതലെടുപ്പിനും ശിക്ഷയ്ക്കും വ്യവസ്ഥയുണ്ട്. വധശിക്ഷയോ പരോൾ ഇല്ലാതെ ജീവപര്യന്തം തടവ് ശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റം. പൊതുസ്ഥാപനങ്ങളോ സ്വകാര്യ സ്വത്തോ തകർക്കുന്നതോ വകുപ്പിന്റെ പരിധിയിൽ വരുന്നതാണ്. സംഘടിതമായുള്ള നിയമവിരുദ്ധ പ്രവർത്തനം സംഘടിത കുറ്റകൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സായുധ വിമത പ്രവർത്തനം, വിഘടനവാദം, രാജ്യത്തിന്റെ പരമാധികാരം ചോദ്യം ചെയ്യൽ തുടങ്ങിയ വകുപ്പിന്റെ പരിധിയിൽ വരും. ചെറിയ കുറ്റകൃത്യങ്ങൾ 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാക്കിയിട്ടുണ്ട്. ആൾനാശം ഉണ്ടായാൽ വധശിക്ഷയോ ജീവപര്യന്തമോ ശിക്ഷ ലഭിക്കും. 10 ലക്ഷം രൂപയിൽ കുറയാതെ പിഴയുമുണ്ട്. ഇവരെ സഹായിക്കുന്നവർക്കും ശിക്ഷയുണ്ട്. ഒരാൾക്ക് അംഗവൈകല്യം ഉണ്ടാക്കുകയോ ഇതിന്റെ വക്കോളം എത്തുകയോ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ കൂടുതൽ കടുത്ത ശിക്ഷയ്ക്കും വ്യവസ്ഥയുണ്ട്. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട 106-ാം വകുപ്പ് പ്രകാരം തിടുക്കപ്പെട്ടുള്ളതോ അശ്രദ്ധയോടെയുള്ളതോ ആയ പ്രവൃത്തി ഒരാളുടെ മരണത്തിലേക്ക് നയിച്ചാൽ 5 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. ചികിത്സ നൽകുന്നതിനിടെ രജിസ്ട്രേഡ് ഡോക്ടർമാരുടെ പിഴവ് മൂലമാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ പരമാവധി 2 വർഷം വരെ തടവും പിഴയും ഉണ്ടാകും. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.